അണ്ണ ഹോട്ടൽ പൂട്ടിക്കോ എന്ന് അരിയണ്ണൻ പറഞ്ഞ് ഫ്ലാഷ് ബാക്ക്. ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? കോൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് പ്രൊമോഷൻ ചെയ്യുന്ന തൻ്റെ നാവ് അല്ലെങ്കിൽ തൻ്റെ അറഗൻസ്, തൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. ഇത്ര കാലം അറഗൻസ് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തെങ്കിൽ ഇപ്പൊ അയ്യോ ഇല്ലായ്മ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് വേറൊരു സ്ട്രാറ്റജിയാണ് ഈ ചങ്ങായിന്റെ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സാർ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണമെന്നാ? വാട്ടർ പ്ലാന്റിന് പൈസ മുടക്കാൻ ആരെങ്കിലും നമ്മൾ പറഞ്ഞുകൂടി? നാട്ടുകാർ ചോദിച്ചു ആരെങ്കിലും ഹംഗ്രി മൃണാലിനോട്, മിസ്റ്റർ മൃണാൽ, നിങ്ങൾ ഈ ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങി ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയി കാണിച്ചു വരും, നിങ്ങൾ ഹോട്ടൽ തുടങ്ങുമ്പോൾ ആരെയും പുഷ് ചെയ്താ? ഇതിപ്പോ നമ്മൾ സിനിമ റിവ്യൂ പറയുമ്പോൾ ആൾക്കാർ ഒന്ന് ചുമ്മാ തമാശയ്ക്ക് ആരെങ്കിലും സിനിമ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോണൊക്കെ കണ്ടിട്ടുണ്ട്. അത് വിചാരിച്ച് ചാടി കയറി സിനിമ എടുക്കാൻ പോകാൻ പറ്റുമായിരിക്കും. നമ്മളോട് ആരോടും ചോദിച്ചും പറയൂല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലും തുടങ്ങി, അതിൽ സെൻട്രൽ എ സിയും വെച്ചു, ഓപ്പൺ കിച്ചണും ഉണ്ടാക്കി, നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ നെഞ്ഞെത്തിക്ക നാട്ടുകാരെ നെഞ്ഞെത്തിക്കാ വന്നോണ്ടിരിക്കുന്നത്. തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ മക്കളുണ്ടാവും, നിന്നെ പോലുള്ള മക്കളുണ്ടാകും. ഇവിടെ ബിസിനസ് നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിപ്പോവല്ലേ ബെറ്റർ. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാളും ഉണ്ടരുതെന്നാണ്. ശുക്രിയ, എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കോൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് പ്രൊമോഷൻ ചെയ്യുന്ന തൻ്റെ നാവ് അല്ലെങ്കിൽ തൻ്റെ അറഗൻസ്, തൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. നിങ്ങൾക്ക് ഞാനീ പറയുന്ന മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനമോട്ടോയിലും മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്, ആ കാശിന് വേണ്ടി മാത്രം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അരി എത്തിക്കാനും ശ്രമിക്കുന്നുള്ളൂ, മുടക്കാൻ ശ്രമിക്കുന്നില്ല. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചൂടെ? എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ? നാട്ടില് വെള്ളപ്പൊക്കമൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ? ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പമായിരുന്നു. ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് ആരോടും ചോദിച്ചും പറയൂല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലും തുടങ്ങി, അതിൽ സെൻട്രൽ എ സിയും വെച്ചു, ഓപ്പൺ കിച്ചണും ഉണ്ടാക്കി, നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ നെഞ്ഞെത്തിക്ക നാട്ടുകാരെ നെഞ്ഞെത്തിക്കാ വന്നോണ്ടിരിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, അതെന്റെ പാരമ്പര്യം. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ്, നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ചിലർ നടക്കാൻ തുടങ്ങിയിട്ട് കാലഘട്ടത്തിലേ ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിനക്കൊക്കെ ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് 100 കണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. അവരോട് പറഞ്ഞേക്ക്
അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. അവൻ ശരിക്കും വരണ്ടല്ലോ അല്ലേ? വരണ്ടോന്നു അവന്റെ സംഗതി മൊത്തം പോയി കാണും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.